ഒരാള് ഷബീറിന് ബഷീർ കള്ളിയിൽ പോകുന്നതൊന്നും വേണ്ട. പേന്റ് കെട്ടിക്കൊടുക്ക്, പേന്റ് കെട്ടിക്കൊടുക്ക്. കുറച്ച് ഫോട്ടോഷൂട്ട് അതൊന്നും പേന്റ് ഇതായില്ലല്ല. ഇത് ഷോർട്ട് എടുക്കുന്നല്ല, ഇത് ബിഹൈൻഡ് ദ സീനാ. ഇത് ബിഹൈൻഡ് ദ സീനാ. രാജേട്ടനെ നമ്മള് തകർക്കും. ബിഹൈൻഡ് ദ സീനാ ഇത്. അടക്കാ ഇങ്ങനെ കാണിക്കുമോ? പിരിയുന്നില്ല. നമ്മളിന്ന് ഞാൻ പോകുന്ന വയസ്സ് കരഞ്ഞിട്ട് കണ്ണുകൊണ്ട് ഇങ്ങനെ കരയുന്നേ. ഇനി അടുത്ത ആഴ്ച ഞാൻ കയറുന്നല്ലോ, പിന്നെ എന്താ പ്രശ്നമാണ്? ടെൻഷൻ അടിക്കണ്ട. എന്നാ പിരിഞ്ഞിരിക്കാനാവില്ല ഗൈസ്. ഓട്ടാ ആ ഗൈസ്, ഞാൻ ആ ബോസ് എന്നും പറഞ്ഞിട്ട് ഇന്ന് ഞാൻ പോയതിന് ശേഷം അവൾ കാലിലെടുത്ത് വെച്ച് ആസ്വദിക്കാണ്. പഞ്ചായത്തിൻ്റെ പൂവിനെ കൊടുക്കലോ കാടാനെ കൊടുക്കലോ ഫുള്ളാളാന്നെല്ലാം പറയുന്നത്. പയറ് വത്തലും മുട്ടക്കറിയും ലാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ദിസ് ഇയർ. ഓക്കെ, റൈറ്റ് ടൈം ആവുമെന്നറിയില്ല. വീട്ടിൽ കൊണ്ടാട്ടി. ഇതാണ് ഷമീമിൻ്റെ വീട്. നമ്മളിന്ന് പോവും. ചെക്കി പൂവലുണ്ടല്ലോ. അരിച്ചു കയറ്റാൻ പറ്റിയ ചെടിയൊന്നും ഇല്ലാലോ. പ്ലാസ്റ്റിക്കാ നിങ്ങള് ക്ലീൻ ആക്കണ്ട. നിങ്ങള് മരിച്ചു കഴിഞ്ഞാൽ ഞാക്കല്ല നിങ്ങളെ കാണണ്ടേ? വീഡിയോ എടുത്ത് ഇങ്ങനെ ഇവിടെ ഒരുക്കി വെക്കുന്നു. ഞാൻ വീഡിയോ എടുക്കുന്നു വിചാരിച്ചിട്ട് ലെപ്പാടാ. ഷമീമിന്റെ കൊട്ടാരം സ്കരിക്കലുണ്ടാവും. ഇത് മുസലിട്ട് കള്ളു ആര് വരാന്ന് വെച്ച്. അതാണ് ഷമീമിന്റെ വൈഫട്ടാ. പോട്ടെ, ബേക്കാളു ബേബി പോട്. ഇതാണ് ഫിദ, ബേബീസ് ബ്രദർ. പോട്ടെ. യെസ്, നിങ്ങൾ പോയാലയച്ച എല്ലാം എൻ്റെ ഏട്ടൻ്റെ അനിയന്മാരെ കസിൻ ബ്രദേഴ്സാണ് വീട്. അത് ഫിറോസ് മുഹമ്മദ്, ഇത് ഫെബീസ് ഫൈസൽക്ക, നമ്മളെ ഡോക്ടർ ഷസ്ന ഫിദ എന്നുള്ളവരുടെ വീട്. നമ്മളെ സുബൈച്ചാൻ്റെ വീട്, സുബൈച്ചാൻ്റെ വീടാണ്. അനിയൻ്റെ വീട് എടുക്കുന്ന ഇവിടെയാണ്. ബാക്കിലുള്ളത് ഏട്ടൻ്റെ വീടാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ചുറ്റുപാട് കേട്ടോ. അതാണ് ഇപ്പം നേരത്തെ പോയ വീട്. മൊത്തം കൊത്തട്ടാ. ഇവിടെ എല്ലോ ഈ സൈഡല്ലേ മൈലാഞ്ചി മാത്രം ഒഴിവാക്കിയ കേട്ടോ. ഇവിടെ പേരൊക്കെ മരം കേട്ടാ. ഇത് ഇവിടെ ഈ ഏരിയ ക്ലീൻ ആക്കണേ. യാ മൊത്തം സ്പീഡാക്ക. 1 മണിക്കൂർ ടൈം. 11:30 മണിക്ക് കഴിഞ്ഞ് പണിക്ക് വന്ന് രാജേട്ടൻ പെയിന്റ് ടച്ചപ്പ് എന്തുണ്ടെങ്കിലും രാജേട്ടൻ ഓക്കെ. പെയിന്റ് അടി, വാർപ്പ്, തേപ്പ്, കെട്ട്, ടൈലില്ല. ആ സൈഡ് അതടിക്ക. അടികൾ ആ ബെഡ്റൂമില്ല പോയി ടച്ചപ്പ് കൂട്ടാ. ആര് ആമസോൺ ഓക്കെ പാർട്സൽ വന്നാ. ഓന്റെ കളിസാനോ ഓന്റെ സന്തോഷം. അത് ഓന്റെ കാറായിരുന്നു. ഹൈസുണ്ട് ഗൈസ്. ദിസ് ഈസ് ഓൾ ഐസ് ടോയ്സ്. ഓൻ വെച്ചോട്ടെ, ഓന്റെ സന്തോഷോ എന്റെ മോന്റെ സന്തോഷോ. ഓന് കേട മോനെ വെച്ചോട്ടെ. ഞാൻ പറഞ്ഞതാ വായ മുറിച്ചോ. ആളെ ഫൈസൽക്കാക്ക് അവിടെ വെളിച്ചം വേണം. ആ ഇവിടെ ഇഷ്ടം മാതിരി ഇല്ലേ ഇങ്ങക്ക്? എന്താ ഇവിടെ വന്നിട്ട് ഇന്ന പറിച്ചോ വായ. ആരോഗ്യമില്ല 2-3 വെച്ചോന്നെങ്കിൽ ബാക്കിയെല്ലാം കൊത്തി ഏകദേശം കൊത്തി കഴിഞ്ഞു. മുട്ടക്കറിയും 10
ദോശയെ രാജേട്ടന്റെ ആരോഗ്യ രഹസ്യം ഇവിടുന്ന് അടിച്ചു ഓടിച്ചാലും പോവില്ല രാജേട്ടൻ തിരിച്ചു തിരിച്ചിങ് പോരും വേ നോക്ക് ഇന്റെ വീഡിയോ എടുക്കണ്ട റീൽ എടുക്കണ്ട എനിക്ക് ഓ എന്ത് ചോദ്യ ആ വണ്ടി ആയിരുന്നില്ല ആ അല്ല എനിക്കല്ല ചായ ഒന്നുമില്ല രാജേട്ട തിന്നുന്നല്ല മീറ്റർ കാണിക്കുന്നില്ലല്ലോ ഇതല്ലേ പോന്നേ അങ്ങനെ പാലക്കന്ന് ആ ഞാൻ പാലയപ്പോ പാലിയായിരുന്നു ആ എന്നോട് പറയാം മല ഇനി എരിയിലെ പോലെയാണ് ആ ശരീരമില്ലാത്ത അന്നായിരുന്നത് എല്ലാരെയും പണിയായിരുന്നു അല്ലേ എല്ലാവരും പറഞ്ഞു ഞാൻ പാലയപ്പോ പാലിയ ആ ഗൾഫിൽ നിന്ന് മൂട്ട തിന്നിട്ട് ബെഡിൽ ഇങ്ങനെ വന്ന് ടി വി കാണും അതല്ലേ ഇന്റെ പരിപാടി എല്ലാം കൂടി തീറ്റ 82 കിലോ ആയി 82 കിലോ അവള് ആയിട്ടുള്ളോണ്ട് തോന്നേട്ടാ എല്ലാം അവള് എന്റെ അങ്ങനത്തെ കാപ്പി വേണം പാറക്കന്ന് കുടിച്ച കാപ്പി വേണമല്ലോ കല്യാണം കഴിച്ചാ നിങ്ങൾ എത്ര വയസ്സ് കല്യാണം കഴിച്ചേ 26-ാമത്തെ വയസ്സിൽ എത്ര ആളെ പ്രേമിച്ചിക്ക് സത്യം പറയണേ കളത്തം പറയണേ ആർക്കും നിങ്ങളോട് ക്രഷ് തോന്നിക്കില്ല നിങ്ങൾ അങ്ങോട്ട് ആരെയും പ്രേമിച്ചില്ല നിങ്ങൾ പണിക്ക് പോയെടുത്തുന്ന ആരോടെങ്കിലും ഒരു പ്രണയം ക്രഷ് അതൊന്നുമില്ല ഭാര്യനോട് ഇത്ര സ്നേഹം ഭാര്യനോട് ഇത്ര സ്നേഹം അതാണ് നിങ്ങളെല്ലാം ഫസ്റ്റ് ക്വാളിറ്റി അതാണ് അതാണ് നിങ്ങളെ ക്വാളിറ്റി നിങ്ങളെ വിശ്വസിച്ചേടി ഏൽപ്പിക്കുക എന്തും ഏൽപ്പിക്ക നിങ്ങൾ ഇത് പറ നിങ്ങള് ഭാര്യനെ എത്ര സ്നേഹിക്കുന്നുണ്ട് നിങ്ങളും ഭാര്യയും കല്യാണം കഴിച്ച എത്ര കൊല്ലായി 3 42 കൊല്ലായി അല്ലേ ആഹാ നിങ്ങള് വെഡിങ് ആനിവേഴ്സറി ഓർമ്മ ഉണ്ട് നിങ്ങക്ക് ഓർമ്മയില്ല ഭാര്യന്റെ ബർത്ത്ഡേ ഒന്നും ഓർമ്മയില്ല പിന്നെ എന്താ ഭർത്താവ് നിങ്ങള് രാജയുടെ ഒന്ന് ജീൻസ് വേണ്ടലിട്ടാലോ മോന്റെ കണ്ണടലിട്ടും തകർത്താലോ മോന്റെ ജീൻസ് വേണ്ടലിട്ട് മോനും രാജേട്ടൻ 2 മക്കൾ എല്ലാരായിട്ടാ ഒരാണും ഒരു പെണ്ണു അല്ല മോനെന്നാ മോനെന്റെ ബ്ലോഗ് കണ്ടിട്ട് അടിക്കുമ്പോൾ വരുമൊന്നുമില്ലല്ലോ ആ അല്ല മദ്രാസിൽ നിന്ന് ഇത് കണ്ടിട്ട് എന്നെ അടിക്കുമ്പോൾ വരുമൊന്നുമില്ലല്ലോ എന്നാ കുറിക്കമ്പനി ആ പൈസക്കാരനാ സേട്ട് ഫൈവ് സ്റ്റാർ ഫുഡ് എരിപ്പടി പോയി ഇവര് കൊണ്ടുപോയിട്ട് കൊണ്ടുത്തന്നില്ലല്ലോ അവളെ ദേഷ്യം അവളെ ഭാവം നോക്കിത്താന്നാ എന്റെ പാട്ടെങ്ങനെ ഭാവിയിലെ ഡോക്ടർ ഇതാണ് കൈസുപ്പാന്റെ റൂം ഖുറാൻ ഉണ്ടാവും തസ്ബി ഉണ്ടാവും BP മിഷൻ ഉണ്ടാവും ബടി ഉണ്ടാവും കൊതുവല ഉണ്ടാവും പല്ല് പറിച്ചിട്ട് ഇരിക്കുന്നതാണ് പല്ല് പറിച്ച് ഭാര്യ മാറുന്നില്ല അടുത്തുനിന്ന് എന്തൊരു സ്നേഹം ഇവിടുന്ന് ഞാൻ പറഞ്ഞിട്ടോ അഫ്സൽ എന്നെ വിളിച്ചു പറഞ്ഞിക്കുപ്പ ഇങ്ങനെ ക്ഷീണം കണ്ട് ഉപ്പാരെ നോക്കണം അല്ലോ എന്റെ ഭർത്താവിനൊന്ന് വിളിച്ചു നോക്ക് ഇനി ഇങ്ങ് പോയി കൂട്ടിയോട് എന്തേനൊന്നായല്ല വിളി അല്ലേ വന്നിക്കില്ലല്ലോ ഇവൻ ഏത് നഴ്സിനും കഴിഞ്ഞ അങ്ങനെ 25 വർഷത്തെ ജീവിതം നാട്ടിൽ കഴിഞ്ഞ് മറ്റന്നാൾ ഖത്തറിൽ പുതിയൊരു അതിഥിയായിട്ട് വരികയാണ് ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഫുഡൊക്കെ തട്ടി ഇനി ഇതൊന്നും ഇല്ല അവിടെ കുബൂസ് ബ്രേക്ക്ഫാസ്റ്റിന് എന്നാ അതും ഉണ്ടാവില്ല ഉച്ചക്ക് ഉണ്ടാവില്ല ചാറും ചോറും വേണേ ഉണ്ടാക്കും ഇല്ലെങ്കിൽ തൈരും ആപ്പിളും ഹോട്ടലിൽ നിന്നെല്ലാം അല്ല ഹോട്ടലിലെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ രാഗം വന്ന് കുമ്പ വന്ന് മുടീന്റെ എല്ലാം ഫോട്ടോ എടുത്ത് വെക്കുക കുമ്പേന്റെ ഫോട്ടോ എടുത്ത് വെക്കുക താടീന്റെ ഫോട്ടോ എടുത്ത് വെക്കുക മുഖത്തിന്റെ ഇതെല്ലാം അങ്ങ് പോവും ഇവിടുന്ന് നിൽക്കുക സമയം ഉണ്ടാവില്ല നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കും ആടുന്ന് പണി റൂം ചെറിയൊരു സങ്കടം ഉണ്ട് ഇപ്പൊ ഉണ്ട് ഇതുവരെ ഇല്ല കണ്ണിപ്പം തന്നെ നടന്നിക്കാം ഓക്കെ ഇഞ്ച കണ്ണിപ്പം തന്നെ ഇഞ്ച കണ്ണ് നല്ല നടന്നിക്ക് ഡയലോഗ് അടിക്കണ്ട അങ്ങനെ ഖത്തറില് പുതിയ നഴ്സായിട്ട് സാലറി പറയണ്ടല്ലോ നാട്ടുകാർ കണ്ടു വെച്ചാൽ ചിലപ്പോ പോക്കും ഉണ്ടാവില്ല ഫ്ലൈറ്റ്
അല്ല പെണ്ണ് കെട്ടിപ്പോയില്ലേ പെണ്ണ് നോക്കുന്നെന്ന് അറിയാനോ അല്ലോ ഞാൻ പറഞ്ഞു വരുന്നതാ വീട്ടിലെ കണ്ട റെഡിയാക്കാണ് ഗൈസ് മുബഷിർ 11:30 മണിക്കാണ് പണിക്ക് വരിക ഇതിന് 3 മണിക്ക് 1000 മേടിച്ചു പക്ഷെ അത് ഇനി നടക്കൂലെന്ന് ഞാൻ പറഞ്ഞേക്ക് കാരണം പാവല്ലെന്ന് വിചാരിച്ച് നമ്മൾ വിട്ടുകൊടുക്കും പക്ഷെ ഇതിപ്പം വളം സ്ഥിരം പരിപാടിയാക്കി ഇനി എന്തെല്ലാം പണിക്കാനും വിളിക്കേണ്ട കണ്ടം കൊത്ത് കാർവാശി എന്തെല്ലാം പണി പറ എനിക്ക് ഇന്നലെ പറഞ്ഞ പരസ്യം ചെയ്യണം എന്നാ പറഞ്ഞ ഇന്നലെ പറഞ്ഞ റീല് വേണം വേണ്ടേ പറ എനിക്കെന്തല്ല പണിയോ കാർവാശി പെയിന്റിങ് അതിന്റെ എല്ലാം ഓരോ ക്ലിപ്പ് എടുത്ത് തരുമ്പോ പറഞ്ഞല്ലോ ഹലോ ഇതൊന്നും കൊത്തിയിട്ട് ഇതൊന്നാക്കണം ഇനി കാട് കൊത്തുവനാ പറഞ്ഞ കാട് ഈ മായില്ലേ ഈ മായിന്റെ മുകളിലുള്ള ഈ ചെതലല്ലേ ഇല്ലേ പിന്നെ ഷോക്ക് അടിക്കർ ഇവിടെ പോസ്റ്റ് ഉണ്ട് കേട്ടുക രണ്ടുപേര് പാട്ട് പഠിക്കോ പാട്ടിന് ആരാധകരുണ്ട് വായെല്ലാം പോട്ടെട്ടാ വായ കൊലച്ചത് കന്ന് തീരെ വെക്കരുത് കന്ന് മൊത്തം കുത്തിക്കളേട്ടാ ഉണായിക്കല്ല സന്തോഷായിക്കല്ലേ നിങ്ങക്ക് ആ അല്ല പറയുന്നത് നിങ്ങളെ കാണൂല അങ്ങോളോ ആവശ്യമായൊന്നും അങ്ങനൊന്നും കാണൂല വയസ്സിൽക്കാരൊന്നും അതുകൊണ്ട് മൊത്തം നേർത്തിക്കള ഒരങ്ങ കാണുന്നില്ല അല്ലേ ബേബി നീ മാവ് ക്ലീൻ ആക്കുക ഫുള്ള് വായ മൊത്തം പോട്ടെ എന്നാലും അങ്ങനെ ഒരു വ്യൂ കിട്ടൂല്ലേ വായ ഒന്നും വേണ്ട എല്ലാം പോട്ടെ ഞാനിത് വൈസൽക്ക പറഞ്ഞോണ്ട് വൈസൽക്കാക്ക് വേണ്ടി ചെയ്യിച്ചാ പറഞ്ഞിട്ടൊന്നും കേട്ടില്ല പാട് മോശിറാ പാടേന്ന് ഏത് പാട്ട് അടിപൊളി പാട്ട് പാട് എന്നും പാടുന്ന പാട്ട് പാടല്ല ശാസ്ത്രീയ പുതിയ മുഖം പാടി പുതിയ മുഖം ഏതെങ്കിലും പാട് പാടടാ ഏതെങ്കിലും പാട് എല്ലാം കുത്തി നിരത്ത് ആ മൈലാഞ്ചിയും മറ്റേ ഇതൊന്നും കുത്തല്ലേ പേരക്കിയ മൈലാഞ്ചി ഒന്നും പാമ്പുണ്ടോ നോക്കണേ ഇന്നത്തെ പറ്റിയാ ഞാൻ അറിയില്ല ആ കൊത്തിക്കടാ കൊലണ്ട എന്നാ അതിന്റെ സാധനം അടച്ചേക്ക് ബാക്കിയല്ല കന്ന് ഒറ്റ നോക്കറാ കന്ന് വെച്ചാൽ കൊലച്ച വായക്ക് വളർച്ച ഉണ്ടാവില്ല